5-6 ദിവസം മുന്നേ അറിഞ്ഞത്. ഒന്നാമത് ഓവർ സ്പീഡാണെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. ശ്രദ്ധയില്ലായ്മ, ശ്രദ്ധക്കുറവ്, മൊബൈൽ നോക്കിയിട്ട് ഡ്രൈവിങ് ചെയ്തതാണ് പ്രശ്നം. ഞാൻ പിന്നെയും പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഒരിക്കലും വാഹനം ഓടിക്കരുത്. അത് വലിയ അപകടമാണത്, മറ്റുള്ളവർക്കും കൂടി അപകടമാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരിക്കലും മൊബൈൽ യൂസ് ചെയ്തിട്ട് ചിലർ, ഞാൻ 90%, 95% എല്ലായിടത്തും കൂടെ പോകുമ്പോൾ, ടൗണിലൂടെ നിന്ന് മാത്രമല്ല കേട്ടോ, ഇതേപോലുള്ള സാധാ റോഡിലൂടെ പോകുമ്പോൾ പോലും ഞാൻ കാണാറുണ്ട് അധികം കാറിൽ ഡ്രൈവ് ചെയ്യണവർ, അതേപോലെ ബൈക്കിൽ ഡ്രൈവ് ചെയ്യണവർ. പിന്നെ കൂടുതൽ ഞാൻ കാണുന്ന കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. അവർ ഒരു ഇടത് കയ്യിൽ പിന്നെ മൊബൈൽ ഫോണും ഉണ്ടാവും, വലത് കയ്യിൽ സ്റ്റിയറിങ്ങും ഉണ്ടാവും. അവർ ഇങ്ങനെ ഇടത്തോട്ട് നോക്കും, ഇങ്ങനെ മുന്നോട്ട് നോക്കും, എന്തെങ്കിലും വരുന്നുണ്ടോ. പക്ഷേ നമ്മളെ ആക്സിലേറ്റർ കാല് ചവിട്ടുന്നത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ടൈപ്പിങ്ങിൻ്റെ ഇടയിലാവും നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുക. ചിലപ്പോൾ ദേഷ്യത്തോടെയും ടൈപ്പ് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ നമ്മൾ സന്തോഷത്തോടെയും ടൈപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ടൈപ്പിങ്ങിനനുസരിച്ചിട്ട് നമ്മുടെ തലച്ചോറ് എക്സ്ട്രാ വർക്കിംഗ് നടത്തും, എക്സ്ട്രാ എനർജി നമുക്ക് തരും, മോട്ടിവേഷൻ തരും. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല ചിന്തകൾ വരുമ്പോൾ കാലറിയാതെ ആക്സിലേറ്റർ ചവിട്ടിപ്പോവും. അങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ സാധാരണ സംഭവിക്കാറ്. ഞാൻ എന്നെ മനസ്സിലാക്കിയെടുത്തോളം കേട്ടോ. അപ്പോൾ മൊബൈലിൽ ഫോൺ നിങ്ങൾ യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. അതിന് ബ്ലൂടൂത്തിൻ്റെ ഹാൻഡ്സെറ്റ് വാങ്ങാം, എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അപകടമില്ലാതെ, ആരും കേൾക്കാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മറ്റുള്ളവരെ ജീവനും കൂടിയും അപകടപ്പെടുത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അത് പാപമാണ്. നിങ്ങളുടെ തലമുറ, മക്കളുടെ തലമുറ, അതിൽ അവസാനം നിങ്ങൾക്ക് സമാധാനം എന്ന് മാത്രമല്ല ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഞാൻ 2-3 വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വാഹനം വാങ്ങുമ്പോൾ ആ കമ്പനി നോക്കണ കാര്യം കാശ് മാത്രമാണ്. കമ്പനിക്കാരോട് ഞാൻ പറയാണ്, കാറ് കമ്പനിക്കാരോട്, അതേമാതിരി വാഹന കമ്പനിക്കാരോട് ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾ പണത്തിനായിട്ട് വാഹനം നിങ്ങൾ ഒരിക്കലും ഒരു ഡീലർക്ക് കൊടുക്കരുത്, ഇല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കരുത്. നിങ്ങൾ ആ കാറ് എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളതും കൂടി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ അവരോട് പിന്നെ ആ കച്ചവടത്തിലേക്ക് നിങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾക്ക് 30 ലക്ഷം, 50 ലക്ഷം, 15 ലക്ഷം ഒക്കെ കിട്ടി നിങ്ങൾ പണത്തിൻ്റെ ആ ഇതിലാവും കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഒരു കേക്കൊക്കെ മുറിച്ച് നിങ്ങൾ സന്തോഷം കൊടുക്കുക. പക്ഷേ ആ സന്തോഷം അവർക്ക് അതറിയില്ല. അതിൻ്റെ സെൻസർ കാര്യങ്ങൾ, സെൻസിറ്റീവ് എന്താണെന്നുള്ളത്, കോമൺ സെൻസ് എന്താണെന്നുള്ളതും റോഡിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് നിങ്ങൾ വാഹനം അവർക്ക് കൊടുക്കാൻ. ഇത് എല്ലാ കാർ കമ്പനിക്കും എല്ലാ വാഹന ഉടമകൾക്കും വാഹനം വാങ്ങുന്നതും വിൽക്കുന്നതും ആയ ആളുകൾക്ക് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക, നിങ്ങൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കുടുംബം, സന്തോഷം, ഐശ്വര്യം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ബഹുമാനിച്ച് സ്നേഹിച്ചിട്ട് വേണം നിങ്ങൾ പോവാൻ. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് പണമുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങളാരും വില വയ്ക്കില്ല. നിങ്ങൾ മറ്റുള്ളവരെ കൂടി ബഹുമാനിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് തിരിച്ചും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും മറ്റുള്ളവരെയും കൂടി നിങ്ങളെ സൂക്ഷിക്കുക. ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ പള്ളിക്കുറുപ്പിന്ന് വരിക. അതെ. അപ്പോൾ ഇന്നിപ്പോൾ തിരുവോണമൊക്കെ കഴിഞ്ഞു. ഇന്നത്തോടുകൂടി നമ്മുടെ ഓണാഘോഷം കഴിയുകയാണ്. ഇനി നമുക്ക് അടുത്ത വർഷത്തിൽ ചിലപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, അടുത്ത വർഷത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓണം ചിലപ്പോൾ ആഘോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നിങ്ങൾ കരുതിയിരിക്കുക, എല്ലാവരും, കേരളത്തിലെ എല്ലാവരും. കാരണം കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും കൂടി അത് പെടും കേട്ടോ. കാരണം വിദേശ രാജ്യങ്ങളിൽ എന്തായാലും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലാതില്ല എന്നല്ല, പക്ഷെ അവർ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ട്. അവിടെ ഞാൻ എന്ന പദവിയല്ല, അവിടെ
എല്ലാവരും ഒരുപോലെയാണ്. ആ സ്ഥാനങ്ങൾക്ക് അവർ എല്ലാത്തിനും ഒരു ബഹുമാനം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരിഗണിക്കുക എല്ലാവരെയും. ഞാൻ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എനിക്കൊരു സംശയം ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. നാളെ നബിദിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി കാണണം, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ ഓക്കെ എന്നാൽ.